ആൻഡ് ഫൈനലി iOS 26ന്റെ ഏറ്റവും ആദ്യത്തെ ബഗ് ഫിക്സ് ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. യെസ്, iOS 26.0.1 എന്ന് പറയുന്ന അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എനിക്ക് വന്നിരിക്കുന്നത് 939.5 MB എൻ്റെ iPhone 17 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 1.5 GB താഴത്തായിരിക്കും ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. അതിൻ്റെ കൂടെ തന്നെ വാച്ച് OSനും iPad OSനും മാക് OSനും പുതിയ എല്ലാ അപ്ഡേഷൻസും ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നുണ്ട്. iOS 18.7.1 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് iOS 26ന്റെ ഈ ഒരു അപ്ഡേഷനിൽ ഫോക്കസ് ചെയ്യാം. തുറക്കാൻ തന്നെ നമുക്ക് അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26.0.1 23A355 എന്ന ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിയ ഒരു മോഡേൺ ഫേംവെയറും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ തന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ മോഡേൺ ഫേംവെയർ കൊണ്ട് ഇമ്പ്രൂവ് ആയതുകൊണ്ട് കണക്റ്റീവായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും നല്ല ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റ് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബഗ് ഫിക്സിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ iOS 17 സീരീസിലും ആൻഡ് എയർ സീരീസിലാണ് ഏറ്റവും ആദ്യത്തെ മേജർ ബഗ് ഫിക്സും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. എസ്പെഷ്യലി iOS 26ൽ iPhone 17 സീരീസിലാണ് കണക്റ്റീവ് ഇഷ്യൂ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ആയിക്കോട്ടെ, വൈഫൈ ആയിക്കോട്ടെ, ബ്ലൂടൂത്ത് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കണക്റ്റീവ് ഇഷ്യൂ വല്ലാണ്ട് iPhone 17 സീരീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൾ കണക്ടിവിറ്റിയും ബാക്കി വൈഫൈ ഇമ്പ്രൂവ്മെൻറ്റും കൊണ്ടുവരാൻ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ ഒരു ബഗ് ഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് വന്നിരുന്ന ബഗ് ഫിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയിലാണ്. ക്യാമറയിൽ കുറേയധികം കൂട്ടുകാർക്ക് ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ആർട്ടിഫാക്റ്റും അതോടൊപ്പം ഓവർ പ്രോസസ് ആവുന്ന ചെറിയ പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നോടും കുറേയധികം കൂട്ടുകാർ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇതേപോലെ സാച്ചുറേറ്റ് ആയി പോവുക, കുറേയധികം ഡോട്ട്സ് കാണുക, ആർട്ടിഫാക്റ്റ് കാണുക എന്നിങ്ങനെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്യാമറയുടെ ബഗ്ഗും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു അപ്ഡേറ്റിൽ മാക്സിമം ആപ്പിൾ റിസോൾവ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത് വന്ന ബഗ് എന്ന് പറയുന്നത് കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ആപ്പ് ഐക്കൺസ് ഡിസപ്പിയർ ആകുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ പറയുന്ന ക്ലിയർ അല്ലെങ്കിൽ ടിൻഡഡ് ഓപ്ഷനിലാണ് ഈ ഒരു ആപ്പ് ഐക്കൺ മിസ്സിങ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. ക്ലിയർ ഐക്കൺ ഇടുമ്പോൾ ഇതേപോലെ നിങ്ങൾ ക്ലിയർ ഐക്കണിലേക്ക് മാറുന്നുണ്ട്, പക്ഷേ കുറേയധികം ആപ്പ് ഐക്കൺസ് കറക്റ്റായിട്ട് കാണുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ കുറേയധികം യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തായിരുന്നു. എസ്പെഷ്യലി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ ആപ്പ് ഐക്കൺസ് ആണ് കാണാതിരുന്നത്. ആ ഓരോ കാണാതിരുന്ന ആപ്പ് ഐക്കൺസും ഇപ്പോൾ ക്ലിയറിലും ടിൻറ്റിലും മാറിയിട്ടുണ്ട്. കറക്റ്റായിട്ട് എല്ലാ യൂസേഴ്സിനും അത് ഹോപ്പ്ഫുള്ളി കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ആപ്പ് ഐക്കൺസ് കാണിക്കുന്നില്ലെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. iOS 26.0.1 ആയിട്ടും ആപ്പിൾ ചേഞ്ച് ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ സെറ്റിങ്സിലുണ്ട്. നേരെ സെറ്റിങ്സിൽ പോയി കണ്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ iOS 18 ആ ഒരു ലുക്കാണ് ഇവിടെ ലൈറ്റിനും ഡാർക്കിനും കൊടുത്തിരിക്കുന്നത്. iOS 26ലേക്ക് ഇപ്പോഴും ആപ്പിൾ അത് സ്വിച്ച് ചെയ്തിട്ടില്ല. യൂഷ്വലി ഈ പറഞ്ഞ 0.1 ആദ്യത്തെ അപ്ഡേഷനിൽ തന്നെ ആ ഒരു മാറ്റം ആപ്പിൾ കൊണ്ടുവരുന്നതാണ്. ഇപ്പോഴും ആ ഒരു ചേഞ്ച് ആപ്പിൾ ഫോക്കസ് ചെയ്യാത്തായിരിക്കാം, അല്ലെങ്കിൽ ആപ്പിൾ അത് മേജറായിട്ട് കൺസേൺ ചെയ്യാത്ത ഒരു കാര്യമായിരിക്കാം. അടുത്ത് വരുന്ന ഒരു മേജർ ബഗ് ഫിക്സ് എന്ന് പറയുന്നത് വോയിസ് ഓവറിലാണ്. യെസ്, ആക്സസിബിലിറ്റിയിൽ ഈ പറഞ്ഞ വോയിസ് ഓവർ കുറേയധികം കൂട്ടായിട്ട് റിലീസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ വോയിസ് ഓവർ iOS 26 വന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസേബിൾഡ് ആയി പോയായിരുന്നു. ആ ഒരു ബഗ് അതൊരു മേജർ ബഗ്ഗാണ്. ആ ഒരു ബഗ് ഇപ്പോൾ iOS 26ന്റെ ഈ ഒരു ബഗ് ഫിക്സിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്ന കാര്യം ഈ ഒരു അപ്ഡേഷനിൽ വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. നേരെ ആപ്പിളിലെ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. ഈ ഒരു ലിങ്ക് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറിൻ്റെയും സെക്യൂരിറ്റി അപ്ഡേറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് iOS 26.0.1ൻ്റെ ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് നോക്കാം. നേരെ താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരേ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, മേ ബി ആപ്പിൾ വേറെ കുറേ ചെറിയ ചെറിയ സെക്യൂരിറ്റി അപ്ഡേറ്റും ആപ്പിൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ ഒരേ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ആപ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതേപോലെ റെഗുലറായിട്ട് എല്ലാ സോഫ്റ്റ്വെയർസിലും ആപ്പിൾ മാക്സിമം സെക്യൂരിറ്റിയും അതോടൊപ്പം നമുക്ക് വരുന്ന ഫോണുകളുടെ വൾനറബിലിറ്റീസും നെറ്റ്വർക്ക് വൾനറബിലിറ്റീസും മാക്സിമം കുറയ്ക്കാനായിട്ട് സെക്യൂരിറ്റി പാച്ചും
തരാറുണ്ട്. അതുകൊണ്ടാണ് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയാറ്. പക്ഷേ എല്ലാ ഇന്ത്യൻ യൂസേഴ്സിനും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കെല്ലാവർക്കും ഐഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോകുന്നുള്ള പേടി നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു iOS 26.0.1 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം ചെയ്യണം എന്നാണ്. കാരണം നമുക്ക് കുറേയധികം ബഗ് ഫിക്സുകൾ ഈ ഒരു അപ്ഡേറ്റിൽ ലഭിക്കുന്നുണ്ട്. വൈഫൈ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ എന്നിങ്ങനെ കുറേയധികം ബഗ് ഫിക്സുകൾ. പക്ഷേ എപ്പോഴും ഈ പറഞ്ഞ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സൈഡും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫുൾ ഫോണും ഒരു വീഡിയോ മാക്സിമം ഷൂട്ട് ചെയ്ത് വെക്കുക. കാരണം എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ ഈ പറഞ്ഞ ഡിസ്പ്ലേ പോവുകയോ ബാക്കി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യുമ്പോൾ എൻ്റെ ഡിവൈസ് പഴയ പോലെ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഡിവൈസിൽ ഈ പറയുന്ന പഴയ ലുക്കിൽ യാതൊരു കംപ്ലയിൻറ്റോ ഡിസ്പ്ലേ ഇഷ്യൂസോ ഡെൻറ്റോ അല്ലെങ്കിൽ സ്ക്രാച്ചോ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനാണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ലെങ്കിൽ പ്യുവർലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ പോയത് എന്ന് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ മാക്സിമം റേറ്റ് കുറച്ച് തന്നെ ഈ പറയുന്ന സർവീസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനാണ് ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എപ്പോഴും ചെയ്യുന്നത് ഒരു പ്രിക്കോഷനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ യെസ്, ഈ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ബാക്കി കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ അപ്ഡേഷൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടാണ് എനിക്ക് ഈ ഒരു അപ്ഡേഷൻ ഫീൽ ചെയ്യുന്നത്. വലിയ ക്ലട്ടറിങ്ങോ അതോടൊപ്പം ഈ പറയുന്ന ഡിവൈസിൽ ബഗ്ഗോ എനിക്ക് ആസ് ഓഫ് നൗ ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് കുറച്ചധികം ദിവസങ്ങൾ യൂസ് ചെയ്താണ് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ എന്തെങ്കിലും ബഗ്ഗുകളോ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ മനസ്സിലാക്കിയുള്ളൂ. ബാറ്ററി അഫ്കോഴ്സ് ഈ പറഞ്ഞ ഡിവൈസ് ഏറ്റവും പുതിയ ഡിവൈസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. എൻ്റെ iPhone 16ലും എനിക്ക് ഈ പറഞ്ഞ iOS 26.0.1 അപ്ഡേറ്റ് ചെയ്തിട്ടും അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു ബാറ്ററി പെർഫോമൻസ് തരുന്നുണ്ട്. ആസ് ഓഫ് നൗ വലിയൊരു ഹെവി ഡ്രെയിനിങ്ങോ അതോടൊപ്പം ഓവർ കൺസപ്ഷനോ ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ചാർജിങ് എപ്പോഴും 90ലാണ് വെക്കാറ്, 100ൽ വെക്കാറില്ല, 90 ആണ്. അപ്പം മാക്സിമം നമ്മുടെ ഈ പറയുന്ന ബാറ്ററിയുടെ സൈക്കിൾസ് നമുക്ക് കുറക്കാനാണ് ഈ പറയുന്ന ഡിവൈസിൻ്റെ ആ ഒരു ബാറ്ററി ലിമിറ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. തേർമൽ കാര്യങ്ങൾ പറയുമ്പോഴും ഡിവൈസ് ബാക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ചെറിയൊരു ചൂട് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യൂഷ്വലി എൻ്റെ ഡിവൈസ് കൂൾ ഡൗൺ സ്റ്റേറ്റിലേക്ക് വന്നു. അതിനുശേഷം ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ടും ഈ ഒരു വീഡിയോ ഇത്ര നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് ഡിവൈസിൽ യാതൊരു ചൂടോ സൈഡ് ഗ്രിൽസിൽ വേറെ ചൂടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു കൂൾ ഡൗൺ സ്റ്റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഡിവൈസ് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത പുതിയ അപ്ഡേറ്റ്സ് എന്നാണ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനി നമുക്ക് വരാനുള്ളത് iOS 26.1ൻ്റെ പുതിയ ബീറ്റാസ് ആണ്. ഈ ഒരു അപ്ഡേഷൻ മിക്കവാറും നമുക്ക് ഇന്ന് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സെപ്റ്റംബർ 30 മേ ബി വരാനുള്ള ചാൻസ് ഉണ്ട് ബീറ്റ 2. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒക്ടോബറിൻ്റെ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് എന്നീ പറഞ്ഞ ടൈം ഫ്രെയിമിലായിരിക്കും വരാനുള്ള ചാൻസ് കൂടുതലും നമുക്ക് കാണുന്നത്. സോ ഇതൊക്കെ iOS 26.1ൻ്റെ പുതിയ പ്രഡിക്ഷൻസ് ആണ്. ഇതേപോലെ തന്നെ വരും എന്ന് നമുക്ക് കരുതാം. സോ iOS 26.0.1ൻ്റെ പുതിയ വീഡിയോയിൽ നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിലെ അപ്ഡേറ്റ്സും ന്യൂസും ടിപ്സും ട്രിക്സും എല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evika.